എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസസിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. 2 ശമൂവേലിൻ്റെ പുസ്തകം 22-ാം അധ്യായത്തിൽ ദാവീദ് ഒരു പാട്ട് പാടുന്നുണ്ട്. ദൈവം ദാവീദിന് ശൗലിൻ്റെ മേലിലും റാഫ എന്ന വലിയൊരു ജയൻറ്റിൻ്റെ മക്കളുടെ മേളിലും ഒക്കെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ വലിയൊരു വിജയം കൊടുക്കുന്നു. അപ്പോൾ ഈ വിജയം ലഭിച്ചതിന് ശേഷം ദാവീദ് ഒരു പാട്ട് പാടുകയാണ്. ആ പാട്ടിനകത്ത് പറയുന്ന ഒരു വാക്കാണ് 2 ശമൂവേൽ 22-ന്റെ 34 സങ്കീർത്തനം 18-33 ദാവീദ് പറയാണ്, അവൻ എൻ്റെ കാലുകളെ മാൻപേടകൾക്ക് തുല്യമാക്കി, എൻ്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. പല വേർഷൻസിലും മാൻപേട എന്നാണ് പറയുന്നത്. മാൻപേടയുടെ അർത്ഥം ഒരു ഫീമെയിൽ ഡിയറാണ്. ദാവീദ് ഇവിടെ റെഫർ ചെയ്യുന്നത് ഈ ലെബനോണിലെ യഹൂദയിലെ മലമുകളിൽ കാണപ്പെടുന്ന മലമുകളിൽ കയറുന്ന മാനിനെ കുറിച്ച്, ആ പേടമാനെ കുറിച്ചാണ് പറയുന്നത്, ഫീമെയിൽ ഡിയറിനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഫീമെയിൽ ഡിയറിന് എടുത്തു പറയുന്നത്? എന്താണ് ഈ ഫീമെയിൽ ഡിയർ അല്ലെ മാൻ പേടയുടെ കാലുകൾക്കുള്ള പ്രത്യേകത എന്നറിയുമോ? ഈ മാൻ പേടയുടെ കാലുകളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അതിൻ്റെ പുറകിലത്തെ 2 കാലുകളും അതിൻ്റെ ഫ്രണ്ടിലത്തെ 2 കാല് എവിടെ ലാൻഡ് ചെയ്തോ അതേ സ്പോട്ടിൽ തന്നെ ഇതിൻ്റെ പുറകിലത്തെ 2 കാലും, അതേ ഫുട് പ്രിൻസിൻ്റെ മേളിൽ പുറകിലത്തെ 2 കാലും കൊണ്ട് വെക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മൃഗം. അതിൻ്റെ അർത്ഥം ഒരു വളരെ പ്രശ്നമുള്ള, ബുദ്ധിമുട്ടുള്ള, കയറി ചെല്ലാൻ കുത്തനെയായിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരു മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഈ പേടമാന് 2 കാല് വെക്കാനുള്ള ഇടം മതി. ബാക്കി മൃഗങ്ങൾക്കൊന്നും സാധിക്കാത്തൊരു കാര്യം, 2 കാല് വെക്കാനുള്ള ഇടയുണ്ടെങ്കിൽ അത് ആദ്യത്തെ 2 കാല് അവിടെ വെച്ചിട്ട് അടുത്ത 2 കാല് വെക്കാൻ ഇടയുണ്ടോയെന്ന് ശ്രദ്ധിച്ചിട്ട് ഈ കാല് പൊക്കുന്നിടത്ത് തന്നെ ബാക്കിലെ 2 കാലും കൂടെ കൊണ്ടുവെക്കും. എന്നിട്ട് അതങ്ങനെയാണ് വളരെ സ്മൂത്തായിട്ട്, വേറെ എല്ലാ മൃഗങ്ങളും ഇങ്ങനെ സ്തംഭിച്ച് പേടിച്ച് എങ്ങനെ കയറും എന്നോർത്തിരിക്കുമ്പോൾ ഇതിങ്ങനെ സ്മൂത്തായിട്ട് കയറി മണ്ടയ്ക്കെത്തും. അതാണ് പേടമാൻ്റെ പ്രത്യേകത, പേടമാൻ്റെ കാലുകളുടെ പ്രത്യേകത. ഈ ഹബക്കൂക്ക് പ്രവാചകൻ ദാവീദിൻ്റെ ഇതേ വാക്കുകൾ ബോറോ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഒരു റീമിക്സ് വേർഷൻ ഇറക്കുന്നുണ്ട്. ഹബക്കൂക്കിൻ്റെ പുസ്തകം അവസാനത്തെ വാക്യത്തിൽ ഇങ്ങനെ, പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദ സോവറിൻ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്, യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അതുകൊണ്ട് എന്താവും? അവൻ എൻ്റെ കാൽ പേടമാൻ്റെ കാല് പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടത്തുമാറാക്കുന്നു. ഞാൻ അവിടെ ചുമ്മാ നിൽക്കുമല്ല, ഞാൻ അവിടെ നടക്കും, ഞാൻ അവിടെ ഡാൻസ് ചെയ്യും. ഈ വാക്യം സത്യം പറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പേഴ്സണൽ ബ്ലെസ്സിങ് ആയിരുന്നു. കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് ഈ വാക്യം മനസ്സിൽ വരും. ഈ വാക്യം എൻ്റെ മനസ്സിൽ വരുമ്പോൾ 2 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, സ്പീഡും എജിലിറ്റിയും. സ്പീഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, വേഗത. എജിലിറ്റി എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ ഒരു ചുറുചുറുക്കെന്നൊക്കെ പറയത്തില്ലേ, അതാണ്. നമ്മളൊരു ഹ്യൂമൻ ആണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രത്യേക ബുദ്ധിമുട്ടിൻ്റെ കേസ് വരുമ്പോൾ നമ്മുടെ കാലുകൾ ഹ്യൂമൻ കാലുകൾ, ഒരു മനുഷ്യൻ്റെ കാലല്ല, പക്ഷെങ്കിൽ ഒരു പേടമാൻ്റെ കാലാക്കി ദൈവം മാറ്റും. പെട്ടെന്നൊരു വേഗത, പെട്ടെന്നൊരു ചുറുചുറുക്ക്, ഒരു തെറ്റിപ്പോകത്തില്ല, തെന്നത്തില്ല, വീഴത്തില്ല, എങ്ങോട്ട് തിരിയണം എന്നറിയാം. ബുദ്ധിപൂർവ്വം ഡിസിഷൻ എടുക്കുകയും തിരിയുകയും സ്പീഡിൽ പോകുകയും എല്ലാം ഒന്നിച്ചായിരിക്കും. അതാണ് ദൈവം നമ്മളുടെ അവസ്ഥയെ മാറ്റുന്നത്. അത് എപ്പോൾ വരെയാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നറിയോ? എന്നെ ഉന്നതികളിന്മേൽ നടത്തുമാറാക്കുന്നിടം വരെ. ഉന്നതികളിന്മേൽ അല്ലെങ്കിൽ എൻ്റെ ഗിരികളിന്മേൽ, അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഗിരികൾ എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും ഓരോ ഗിരികളുണ്ട്. ഓരോ മനുഷ്യനും അവൻ്റേതായ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന, പിടിച്ചടക്കേണ്ടതായ ചില ഡെസ്റ്റിനികൾ ദൈവം വെച്ചിട്ടുണ്ട്. അത് എൻ്റെ ഡെസ്റ്റിനി വേറെ, നിങ്ങളുടെ ഡെസ്റ്റിനി വേറെ, എൻ്റെ ഗിരി വേറെ, നിങ്ങളുടെ ഗിരി വേറെ, എൻ്റെ പർവ്വതം വേറെ, നിങ്ങളുടെ പർവ്വതം വേറെ. പക്ഷെങ്കിൽ പേടമാൻ്റെ കാല് പോലെ ദൈവം നമ്മുടെ കാലിനെ ആക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, വളരെ വേഗതയിൽ, സ്പീഡിൽ നമ്മൾ കയറി അവിടെ എത്തുക മാത്രമല്ല, ഒരു വിജയത്തിൻ്റെ ഒരു ഡാൻസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ദാവീദ് പറയുന്നതും ഹബക്കൂക്ക് പ്രവാചകൻ പറയുന്നതും. പ്രിയ ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്, നിങ്ങളിൽ ചിലർ ദൈവം നിങ്ങൾക്ക് വേണ്ടി
ആക്കി വെച്ചിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന ചില ഡെസ്റ്റിനികളുണ്ട്. ആ ഡെസ്റ്റിനിയെ നോക്കി അതിനെ ഒരു പർവ്വതം എന്ന രീതിയിൽ അതിനെ കണ്ട് കാലുകൾ നിങ്ങൾ നടക്കുന്ന ട്രാക്കിൽ ഫ്രോസൺ ആയിട്ട് മരവിച്ച് സ്തംഭിച്ച് നിൽക്കുന്ന ചിലരോട് ഞാൻ വിശ്വാസത്താൽ പ്രവചിക്കാൻ ആഗ്രഹിക്കുവാണ്. ഈ 2024 നിങ്ങളുടെ കാലുകളെ നിങ്ങളുടെ ശക്തി അനുസരിച്ചല്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, ദൈവം നിങ്ങളുടെ കാലുകളെ പരിശുദ്ധാത്മാവും കൊണ്ട് നിങ്ങളെ നിറച്ച് പേടയുടെ കാലിന് തുല്യം, അതായത് നിങ്ങളുടെ വേഗത കൂട്ടി, നിങ്ങളുടെ സ്പീഡ്, നിങ്ങളുടെ എജിലിറ്റി കൂട്ടി, നിങ്ങളുടെ പ്രെസിഷൻ നൽകി ദൈവം നിങ്ങൾക്ക് വലിയ വിജയം തരാൻ പോകുന്നു. നിങ്ങൾ ചിന്തിക്കാൻ പോലും, ഒരു സ്വപ്നം കണ്ടവരെ പോലെ എന്ന് ബൈബിൾ പറയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗിരികളിന്മേൽ ദൈവം നിങ്ങളെ നിർത്തട്ടെ, ഗിരികളിന്മേൽ നിങ്ങൾ നടക്കട്ടെ, നിങ്ങൾ നൃത്യം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.